നമ്മൾ വയനാട്ടിലേക്ക് പോകുന്നു. തവിഞ്ഞാൽ തലപ്പുഴ പുഴയിൽ മലവെള്ളപ്പാച്ചിൽ. ഇന്ന് വൈകുന്നേരമാണ് പുഴയിൽ കുത്തൊഴുക്ക് ഉണ്ടായത്. നീരൊഴുക്ക് കൂടിയതിനാൽ പടിഞ്ഞാറത്തറ ബാണാസുര സാഗർ ഡാമിലെ ഷട്ടർ 75 സെന്റിമീറ്ററായി ഉയർത്തുമെന്ന് റിപ്പോർട്ട്. നാളെ രാവിലെ 8 മണിക്കാണ് ഷട്ടർ ഉയർത്തിവെക്കുക. മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതുകൊണ്ട് വയനാട് മാനന്തവാടി പഞ്ചാരക്കൊല്ലി 9ാം ബ്ലോക്കിൽ നിന്നും കുടുംബാംഗങ്ങളെ പിലാക്കാവ് സ്കൂളിലേക്ക് മാറ്റിപ്പാർപ്പിക്കും. സുർജിത്ത് അയ്യപ്പത്തെ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. സുർജിത്ത്, ഈ വയനാട്ടിൽ പൊതുവേ ഈ മഴയുടെ വിനാശം കുറച്ച് കൂടുതലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? SKN ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ തവിഞ്ഞാൽ പഞ്ചായത്തിലാണ് തലപ്പുഴ ഒഴുകുന്നത്. തലപ്പുഴ ഈ മക്കിമല പ്രദേശത്ത് കാടിനുള്ളിൽ മലയിടിച്ചിലുണ്ടായി എന്നൊരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ തെളിനീരായി നുരഞ്ഞു പതഞ്ഞൊഴുകുന്ന പുഴയാണ് തലപ്പുഴ എന്ന് പറയുന്നത്. അത് വൈകിട്ടോടുകൂടി അതിന്റെ രൂപം പൂർണ്ണമായി മാറിയിട്ടുണ്ട്. കാരണം കനത്ത രീതിയിൽ കുത്തി ഒഴുകുകയാണ്, മാത്രമല്ല കലങ്ങി മറിഞ്ഞൊഴുകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മരങ്ങളടക്കം കടപുഴകി എത്തുന്ന ഒരു സ്ഥിതി കൂടി കാണുന്നുണ്ട് പുഴയിൽ. വാർഡ് മെമ്പർമാർ അടക്കമുള്ളവർ സ്ഥലത്തുണ്ട്. അവർ ഈ കീഴ്ത്തടങ്ങളിലുള്ള ആളുകളോട് മാറി താമസിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പുഴയുടെ തീരത്തുള്ളവരോട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജനപ്രതിനിധികളടക്കം രംഗത്ത് ഇറങ്ങിയ ഒരു സാഹചര്യമുണ്ട്. മക്കിമലയ്ക്ക് അകത്ത് ഉൾക്കാട്ടിൽ ഈ മലയിടിച്ചിലുണ്ടായി എന്നുള്ള സംശയമാണ് ആളുകളെല്ലാം പ്രകടിപ്പിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു കുത്തൊഴുക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടെന്ന്. വൈകിട്ട് മുതൽ തന്നെ ഈ മേഖലയിൽ വലിയ രീതിയിൽ മഴപ്പെയ്ത്തുണ്ട്. പൊയിൽ, കാപ്പിക്കളം, അതോടൊപ്പം തന്നെ ചുങ്കം, കമ്പിപ്പാലം, എസ് വളവ് എന്നിവിടങ്ങളിലെല്ലാം തന്നെ പുഴ കയറുന്ന ഒരു അവസ്ഥയുണ്ട്. പലപ്പോഴും വലിയ കാറ്റും പല മേഖലയിൽ അനുഭവപ്പെടുന്നുണ്ട്. അത് ശക്തമായ രീതിയിലുള്ള ഒരു കാറ്റാണ് പല മേഖലയിലും ഇപ്പോൾ അനുഭവപ്പെടുന്നത്. അതോടൊപ്പം പലയിടങ്ങളിലും ഈ മരം കടപുഴകി വീഴുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. തൃശ്ശിലേരിയിലും തലപ്പുഴയിലും അടക്കം ഇങ്ങനെ മരം കടപുഴകി വീഴുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പനവല്ലിപ്പുഴയിൽ കുത്തൊഴുക്കിൽ ഒരു ആനക്കുട്ടിയുടെ ജഡം ഒഴുകിപ്പോകുന്ന ദൃശ്യങ്ങൾ അല്പസമയം മുമ്പാണ് പുറത്ത് വന്നിട്ടുള്ളത്. എന്തായാലും ഈ ആനകൾ പുഴ മുറിച്ചു കിടക്കുമ്പോൾ ഒരുപക്ഷെ കുത്തൊഴുക്കിൽ പെട്ട് ചെരിഞ്ഞതാകാം എന്നുള്ളതാണ് കരുതുന്നത്. തിരുനെല്ലിയിൽ കാളന്തി നദി കരകവിഞ്ഞ ഒരു അവസ്ഥയുണ്ട്. അതേ തുടർന്ന് നടുവന്താർ പനംകുറ്റി ഉന്നതിയിലെ 11 കുടുംബങ്ങളെ ഇപ്പോൾ മാറ്റി പാർപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. മാനന്തവാടി പഞ്ചാരക്കൊല്ലി 9ാം ബ്ലോക്കിലെ കുടുംബാംഗങ്ങളെ കൂടി മാറ്റി പാർപ്പിക്കാനുള്ള നീക്കം ഇപ്പോൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം ബാണാസുര സാഗറിലാണ് പ്രത്യേക അലേർട്ട് നൽകിയിട്ടുള്ളത്. അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശത്ത് കനത്ത മഴ തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ നാളെ രാവിലെ 8 മണിക്ക് സ്പിൽവേ ഷട്ടറുകൾ 75 സെന്റിമീറ്ററായി ഉയർത്തും എന്നുള്ള തരത്തിലുള്ള ഒരു നിലപാടാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൽകിയിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിൽ മഴപ്പെയ്ത്ത് പല ഘട്ടങ്ങളിലും തുടരുന്നുണ്ട്. ശക്തമായ കാറ്റുമുണ്ട്. ഓക്കെ, താങ്ക് യു സുർജിത്ത് അയ്യപ്പത്ത്.